ഹായ് ഹലോ. ഇത് പാലക്കാട് ജില്ലയിലെ മുരുക്കുംപറ്റ സെൻറ്റർ. ഇന്നത്തെ നമ്മളെ വീഡിയോ ലീസിന് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ്. മുരുക്കുംപറ്റ സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ സ്പോട്ടിലേക്ക്. അതിലേക്ക് പോകുന്ന വഴിയൊന്ന് ആദ്യം നമുക്ക് കണ്ടുപോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇത് വരുന്നത് 7.5 ഏക്കറാണ്. ഇതിൽ റബ്ബർ, കവുങ്ങ്, കുരുമുളക്, പിന്നെ ഒരു തേക്കുംകാട്, അങ്ങനെ ഒരു സ്ഥലം കൂടി ഉണ്ട് അതിൽ. ഈ വീട് ഇതിൽ പെട്ടതാണ് കേട്ടോ. നമ്മളെ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ 3 റോഡുണ്ട്. വണ്ടികൾ എത്തുന്ന 3 റോഡുണ്ട്. അതിന് പുറമെ നമ്മളെ സ്ഥലത്തിൻ്റെ ഉള്ളിലൂടെ എല്ലാ വശത്തേക്കും എത്താൻ പറ്റിയ വഴിയുമുണ്ട് ഉള്ളിലൂടെ. പിന്നെ സെൻട്രലിലൂടെ ഒരു നടവഴി പോകുന്നുണ്ട് കേട്ടോ. അത് വേണിച്ചെങ്കിൽ നമ്മളെ ഓണർ പറഞ്ഞ് വലുതാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ നോക്കി നടത്തുന്ന ചേട്ടനാണ്. ചേട്ടൻ ഇപ്പോൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വീട് നമ്മളതിൽ പെട്ടതാണ്. ഇതിൽ ഈ കവുങ്ങ്, കുരുമുളക് ഇതൊക്കെ നമ്മളിൽ പെട്ട തന്നെയാണ്. ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്ന സ്ഥലമൊക്കെ നമ്മളിൽ പെട്ട തന്നെയാണ്. ഇടതുവശത്തെ നമ്മുടെ സ്ഥലത്തിൻ്റെ സ്റ്റാർട്ടിങ് ഈ വീടിൻ്റെ ഈ മതിലാണ്. ഇതിൻ്റെ ബാക്കിലോട്ട് കൂടുതൽ സ്ഥലം കിടപ്പുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് കാണാം. നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രലായിട്ട് ഒരു മന കിടപ്പുണ്ട്. അത് നമ്മളെ സ്ഥലത്തിൽ പെട്ടതല്ല. അതിനെ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. ഇത് നമ്മളെ വീടിൻ്റെ സൈഡിലുള്ള കവുങ്ങിൻ തോട്ടം. ഈ തോട്ടം കഴിഞ്ഞാൽ റബ്ബറാണ് അതിൻ്റെ മുകളിൽ കിടപ്പുള്ളത്. അത് നമ്മൾ തന്നെയാണ്. അത് നമുക്ക് ലാസ്റ്റ് അതിന് കാണാം. ഇതാണ് ആ റബ്ബർ. അത് നമുക്ക് ലാസ്റ്റ് കറങ്ങി വരുമ്പോൾ കാണാം. ആദ്യം നമുക്ക് വലത്തെ സൈഡ് പിടിക്കാം. ഇത് നമ്മുടെ മനയുടെ ഫ്രണ്ടാണ്. ഈ വഴി നമുക്കും കൂടി ഉള്ളതാണ്. നമ്മുടെ വഴിയാണ്. നമ്മളെ
പറമ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താനുള്ളൊരു വഴി. നല്ല അടിപൊളി തോട്ടം കാണാൻ. നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്ററിലൂടെ ഒരു നടവഴി പോകുന്നുണ്ട് പറഞ്ഞില്ലേ, അത് ഇതാണ്. ഇത് പാടത്തേക്കുള്ള വഴിയാണ്. ഇപ്പം ആരും ഇതിലേ നടക്കാറൊന്നുമില്ല, പൊന്ത പിടിച്ച് കിടക്കുകയാണ്. ഇത് നേരെ പാടത്തേക്കുള്ള വഴിയാണ്. നമുക്ക് ഇത് വണ്ടി വരുന്ന വഴിയാക്കി മാറ്റാം. വഴിയെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതിലെ താഴത്തേക്ക് പോയാലാണ് പാടം. ആ കാണുന്നതാണ് പാടം. നമ്മുടെ വലത് സൈഡിൽ ഫുൾ പാടല്ലേ വരുന്നത്. ഒരു ചെറിയൊരു ഭാഗം വേറൊരു റബ്ബർ തോട്ടമുണ്ട്. ഈ കാണുന്ന വരമ്പാണ് അതിൻ്റെ അതിർത്തി. അത് വലത് ഭാഗത്തൊരു സൈഡിൽ മാത്രമേ ഉള്ളൂ, ഫുള്ളായിട്ടല്ല. ചെറിയൊരു ഭാഗം വേറൊരാളുടെ ഒരു റബ്ബറും തോട്ടമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നേരെ താഴെ പാടായിട്ടാണ് വരുന്നത്. ഈ വരമ്പാണ് അതിൻ്റെ അതിർത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ തോട്ടാണ്. വലതുഭാഗത്ത് ലാസ്റ്റിൽ 2 വീടുകളുണ്ട്. അതുവരെ നമ്മളുടെ സ്ഥലം തന്നെയാണ്. ഈ വീട് വരെയാണ് നമ്മൾ അതിർത്തി വരുന്നത്. പിന്നെ ഇതിലോട്ട് ഇങ്ങോട്ട് മേലേക്ക്. ആ പ്ലാവ് നിൽക്കുന്നതിൻ്റെ നേരെ താഴോട്ടാണ് നമ്മുടെ സ്ഥലം. അവിടുന്ന് അങ്ങോട്ട് വേറെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ നല്ല വലിയ തേക്കുകളൊക്കെ കാണാം. നമ്മൾ നടക്കുന്ന ഇടയിൽ കൂടെയൊക്കെ, റബ്ബറിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുറേ തേക്കുകൾ, അതേപോലെ സൈഡിൽ കൂടെ കുറേ തേക്കുകളൊക്കെ കാണാം, വലിയ തേക്കുകൾ.
നല്ല അടിപൊളി തോട്ടം, വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത അടിപൊളി നല്ല സ്ഥലം. എല്ലാ ഫാമിനും പറ്റും. ഈ കോഴി, ആട്, പശു, പോത്ത് എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഫാമിന് ലീസിന് വേണ്ടവരൊക്കെ നമ്മളോട് പറയാറുണ്ട്, വേണ്ടവർ ബന്ധപ്പെടുക. ഇത് വലതുഭാഗത്തെ അതിരാണ് കേട്ടോ, മേൽഭാഗത്തുള്ളത്. നമുക്ക് റിട്ടേൺ നടക്കാം. നമുക്ക് പാടൊന്ന് കാണാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നടവഴിയാണ്. ഇതിൽ കുറച്ച് ഭാഗം റബ്ബറൊന്നും വെക്കാതെ മറ്റേ തേക്കുകൾ മാത്രമായിട്ട് കണ്ടോ, അങ്ങനെ ഉണ്ട് കേട്ടോ. തേക്കുകൾ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് ഇത്. ആ സ്ഥലം പാടത്തോട് തൊട്ടിട്ടാണ് നിൽക്കുന്നത്. നല്ല ഏരിയയാണ്, നല്ല വ്യൂ ഉള്ള ഏരിയയാണ് അവിടെ. അപ്പോൾ ഈ നടക്കുന്ന വഴിയുടെ വലതുഭാഗത്തുള്ള ഈ മരത്തിൻ്റെ താഴ്ന്ന് അങ്ങോട്ട് വേറെ സ്ഥലമാണ്, വേറെ ആളുടെ സ്ഥലമാണ്. ഈ കാണുന്നത് നമ്മുടെ സ്ഥലമാണ്. ഈ സ്ഥലം മുതലാണ് നമ്മളെ പാടം തുടങ്ങുന്നത് കേട്ടോ. നമ്മുടെ സ്ഥലത്തിൻ്റെ നേരെ താഴെ പാടം വരുന്നത് ഈ സ്ഥലം മുതലാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല വ്യൂ ഉള്ള സ്ഥലം, നല്ല കവുങ്ങും തോട്ടം, പാടം എല്ലാം ഉണ്ട്. ഇതാണ് അതിർത്തി വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ തോട്ടമാണ്. ആ കാണുന്ന കവുങ്ങും തോട്ടത്തിൽ കുളങ്ങൾ, 2-3 കുളങ്ങളൊക്കെ ഉണ്ട്. അത് ഫുൾ വെള്ളമായിട്ടേ കിടക്കണേ. അപ്പം നമുക്ക് കിണറോ കുളമോ എന്ത് കുത്തിയാലും വെള്ളത്തിനൊരു കമ്മി ഉണ്ടാവില്ല, കാരണം വെള്ളമുള്ള സ്ഥലമാണ്. അത് നമുക്ക് അവിടെ കാണാം. വെള്ളത്തിൻ്റെ എന്ത് സൗകര്യം നമ്മൾ ഓണർ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുളമോ കിണറോ അങ്ങനെ എന്ത് വാങ്ങിച്ചാലും നമ്മൾ ഓണർ ചെയ്തു തരും. ഇനി നമുക്ക് ഇടത് ഭാഗം കാണാൻ പോവാം. നല്ല അടിപൊളി മന. ഇതും കൊടുക്കാനുള്ളതാണെന്നാണ് നമ്മളെ ജോസഫേട്ടൻ പറഞ്ഞത്. ഇതിലുള്ള മനയുടെ കുളമാണ്, മനയുടെ ഭാഗമായിട്ട് വരുന്ന കുളം. ഇപ്പം ആരും നോക്കാനില്ലാത്തതുകൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ കിടക്കുന്നതാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. ഈ കുളത്തിൻ്റെ അതേ ഏരിയയിലാണ് നമ്മളെ അതിര് വരുന്നത്, അതിൻ്റെ തൊട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കിണറോ കുളം കുഴിച്ചാലും നമുക്ക് വെള്ളം ഉണ്ടാവും. വെള്ളത്തിനൊരു കമ്മി ഈ സ്ഥലം കൊണ്ട് വരില്ല. ഇവിടെ നിന്നാണ് നമ്മളെ സ്ഥലം തുടങ്ങുന്നത്, ഇടതുഭാഗത്ത് സ്ഥലം തുടങ്ങുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, കവുങ്ങുംതോട്ടത്തിൽ കുറച്ച് കുളങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ കുളമാണ്. അതാണ്ടോ 2 കുളമുണ്ട്. മീൻ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഇതേപോലെ തോടുകളുണ്ട്. ഈ തോടാണ് നമ്മളെ ഇടത് ഭാഗത്തെ ലാസ്റ്റിൽ അതിർത്തി വരുന്നത്. ഇതാണ്, ഇത് എൽ ഷേപ്പിൽ കിടക്കുകയാണ്. തോട് എൽ ഷേപ്പിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ 4 പുറം അങ്ങനെ പോകുന്നുണ്ട്.
കുളത്തിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. നല്ല വെള്ളമുള്ള ഏരിയ തന്നെയാണ്. ഇതാണ് എൻഡ് വരുന്നത്. ഇത് ഇങ്ങനെ എൽ ഷേപ്പിൽ ഒരു തോട് പോകുന്നുണ്ട്, ഇങ്ങനെ വെള്ളം പോകുന്ന തോട്. ഇതിൻ്റെ തൊട്ട് ഒക്കെ വീടുകളുണ്ട് കേട്ടോ. മേലെ ഒരു വീട് കാണുന്നുണ്ട്. ഈ കുളത്തിൻ്റെ ഓണർമാരുടെയാന്ന് തോന്നുന്നുണ്ട്, കാരണം മേലിൽ നിന്ന് സ്റ്റെപ്പൊക്കെ കുളത്തിലേക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ വീട് കണ്ടോ. ഒരു സ്റ്റെപ്പ് അങ്ങനെ കുളത്തിലേക്ക് വരാനുള്ള ഒരു സ്റ്റെപ്പൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ആൾ താമസം ഉണ്ട് എന്ന് തോന്നുന്നു. അതിൽ നല്ല അടിപൊളി സ്ഥലമാണ്. ഇതിൽ ലീസിന് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ഫാമിനാണെച്ചെങ്കിൽ ഫാമിന് എത്ര പശുക്കൾ നിർത്തേണ്ട ഷെഡാണ് വേണ്ടെങ്കിൽ അത്, കോഴി ഫാമാണെച്ചെങ്കിൽ അതിനുള്ള ഷെഡ്. നമ്മുടെ ഈ സ്ഥലം എടുത്ത് എന്ത് സംരംഭം ചെയ്യാൻ തുടങ്ങുന്ന വെച്ചെങ്കിൽ അതിനെല്ലാ സഹായവും നമ്മളെ ഓണർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്മുടെ കുറേ കൂട്ടുകാർ ഇതേപോലെ ലീസിന് കൊടുക്കുന്നുണ്ടോ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ആ കാണുന്ന പച്ച കെട്ടിയ ഇതാണ് നമ്മളെ മനയുടെ അതിർത്തി. അതിൽ അങ്ങനെ മേലേക്ക് നമ്മളെ സ്ഥലം തന്നെയാണ്. നമ്മളെ ഇടത്തെ സൈഡിലേക്ക് ഡയറക്റ്റ് വരുന്ന ഒരു റോഡും കൂടി ഉണ്ട്. നമ്മളിതിലേക്കായിട്ട് മാത്രം വരുന്ന ഒരു റോഡും കൂടി ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് നമ്മളെ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ വഴി നമുക്ക് കാണാം. ഈ കാണുന്ന ഇത് നമ്മളെ അല്ല കേട്ടോ. അവിടെ ഒരു വൈലി കാണുന്നില്ലേ, അത് നമ്മുടെ അല്ല. അവിടെ നിന്ന് അങ്ങോട്ട് മേലിട്ട് വേറെ ആളുടെയാണ്. നമ്മളിങ്ങോട്ട് താഴത്തോട്ടാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു അതിർത്തി വരുന്നത്. ഇതാണ് നമ്മളെ വഴി. ഇത് നേരെ നമ്മളെ തോട്ടത്തിലേക്ക് വന്നിറങ്ങുന്നതാണ്. ഈ വഴി ഇവിടെ തന്നെയാണ് എൻഡും വരുന്നത്. നമ്മളെ തോട്ടത്തിൻ്റെ അവിടെയാണ് എൻഡും വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമ്മളെ തോട്ടത്തേക്ക് വരാനുള്ള വേറൊരു വഴി. നടത്തം മാത്രമേ ഉള്ളൂ തോന്നുന്നതിൽ. വണ്ടി വരൽ കമ്മിയാണ്. ഇതൊക്കെ ക്ലിയർ ആക്കി എടുക്കേണ്ടി വരും. ഇനി വല്ല വ്യവസായങ്ങളും വല്ലതും തുടങ്ങണമെച്ചെങ്കിലോ അങ്ങനെയൊക്കെ നമുക്ക് ഇത് ഉപകാരപ്പെടുത്താം ഈ സ്ഥലം. അതിന് എന്ത് സഹായം, ഇനി വഴി വീതി കൂട്ടാനോ അതേപോലെ വെള്ളത്തിൻ്റെ ഇത് ചെയ്തു തരാം, ഷെഡുകൾ കെട്ടിത്തരാൻ, അതൊക്കെ നമ്മളെ ഇതിൻ്റെ ഓണർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളൂ. ഇനി ഇത് കുറച്ച് കാലിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം നമ്മളെ മനയുടെ സൈഡാണ്. ഇത് മേലേക്ക് ഇങ്ങനെ നമ്മളങ്ങോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇടത് ഭാഗത്തെ സൈഡിലെ എൻഡാണ് അത് കാണുന്നത്. ആ ലാസ്റ്റ് നിൽക്കണ നമ്മളെ റബ്ബർ. ഇത് നമ്മളെ ഇടത് ഭാഗത്തെ ഫ്രണ്ടേജ് ആണ് വരുന്നത്. ഇതങ്ങനെ നേരെ നമ്മൾ ഫസ്റ്റ് കണ്ട വീടിൻ്റെ ആ ഭാഗത്ത് ആ മതിൽ അവിടെ നിന്ന് അങ്ങോട്ട് തുടക്കം നമ്മളെ ഇടത് ഭാഗം തുടങ്ങുന്ന ആ ഭാഗത്തേക്ക് എത്തും. അങ്ങനെ നമ്മളെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് വന്നു. നമ്മൾ ആദ്യം തിരിച്ചു പോയില്ലേ, ലാസ്റ്റ് കാണാമെന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് അങ്ങനെ ഇറങ്ങിയെത്തി. അപ്പോൾ ഇത്രയും ഏരിയ നമുക്ക് എന്താണ് തുടങ്ങുന്നത് വെച്ചെങ്കിൽ യൂസ് ചെയ്യാം. ഇത്രയും ഏരിയ നമുക്ക് ഉപയോഗപ്പെടുത്താം. ക്യാഷ് കയ്യിലുണ്ട്, തുടങ്ങാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണത്. ആരുടെയും ഒരു ശല്യമില്ലാതെ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലം. ഇനി ഫാം തുടങ്ങുന്ന ആൾക്കാർക്ക് കാണിച്ചെങ്കിൽ ഇനി പുല്ല് വളർത്താൻ അത് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഓണറുടെ അടുത്ത് നിന്ന് എന്ത് സഹായവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഓണറുടെ നമ്പർ തന്നെയാണ് ഇതിൽ കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് അവരെ തന്നെ നമുക്ക് ബന്ധപ്പെടാം. ഈ സ്ഥലം കിടക്കുന്നത് ഒന്നുകൂടി പറയാൻ, നമ്മളെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മുരുക്കുംപറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉള്ളിലിട്ടാണ്. ഇടത് സൈഡിൽ ഈ മതിൽ മുതലാണ് നമ്മൾ സ്ഥലം തുടങ്ങുന്നത്. അതിൻ്റെ മുൻവശത്ത് വേറെ ആളുടെ സ്ഥലമാണ്. പക്ഷേ വലത് സൈഡിൽ നമ്മളുടെ ഗേറ്റ് മുതൽ തന്നെ നമ്മളെ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടുക. ഓണറിൻ്റെ നമ്പർ തന്നെയാണ്. ഇനി വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി.